എങ്കിലും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സന്തോഷം കൂടെ വിവാഹം നടന്ന് കാണാൻ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? സമ്മതിക്കുകയാണെങ്കിൽ തനിക്ക് ആഗ്രഹമുണ്ടോ? പള്ളിയിൽ വെച്ച് ആഘോഷമായി എല്ലാവരുടെയും മുൻപിൽ വെച്ചൊരു താലികെട്ട്. പെട്ടെന്ന് അവൻ്റെ മറുചോദ്യത്തിൽ അവൾ ഞെട്ടി. എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഒരു വിവാഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ റോയ്ചായൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ന്യായമായ ആഗ്രഹം. ദേവി, എനിക്ക് എന്ത് കാര്യത്തിലും എൻ്റേതായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങളുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തന്നെ വിവാഹം കഴിച്ചത് പോലും. തുറന്നു പറയാമല്ലോ, തന്നെ മതം മാറ്റി ഈ വീട്ടിൽ ഭാര്യയായി നിർത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല. താൻ എൻ്റെ ഭാര്യയാണ്, ആ അവകാശത്തിൽ ഇവിടെ നിൽക്കാം. നിയമപരമായി ഇപ്പോൾ അംഗീകരിച്ച കാര്യവുമാണ്. പക്ഷെ അതിന് തൻ്റെ വിശ്വാസങ്ങളെ താൻ മറക്കേണ്ട കാര്യമില്ല. ഈ വീട്ടിൽ വഴക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിൽ പ്രണയിച്ച് വിവാഹം ചെയ്തവരായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാനിതിന് സമ്മതിച്ചേനെ. പക്ഷെ സാഹചര്യം കൊണ്ട് താൻ എന്നോടൊപ്പം പോന്നതാണ്. അങ്ങനെയുള്ള തന്നെ ഞാൻ ഇനിയും വേദനിപ്പിക്കുന്നത് ശരിയല്ല. ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നതാണ് അവസാന തീരുമാനമെന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ പേരിൽ അവരാരെങ്കിലും തന്നോട് എന്തെങ്കിലും ദേഷ്യം കാണിക്കുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഒരിക്കലും അതൊരു വഴക്കാവാത്ത രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഉറച്ച ഒരാണൊരുത്തൻ അവൻ്റെ പെണ്ണൊരുത്തിക്ക് നൽകിയ ഏറ്റവും വലിയ വിശ്വാസമായിരുന്നു അത്. അവൻ്റെ വ്യക്തിത്വത്തിൽ അവൾക്ക് വീണ്ടും ആരാധന അർപ്പിച്ചു തോന്നി. ഭക്ഷണം കഴിക്കാം. അവൻ മുൻപിൽ എഴുന്നേറ്റ് പോയപ്പോൾ അവൾ മെല്ലെ അവനെ അനുഗമിച്ചു. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും ആഹാരം എടുത്തുകൊണ്ടുവന്നവൻ വിളമ്പി. ഓരോ കറികളും ചോദിക്കാതെയായിരുന്നു തീരുന്നതിനനുസരിച്ച് അവൾ വിളമ്പിക്കൊണ്ടിരുന്നത്. തൻ്റെ അടുത്തൊരു പ്ലേറ്റ് വെച്ചതിന് ശേഷം ഒപ്പമിരുന്ന് കഴിക്കാൻ അവൻ എത്ര നിർബന്ധിച്ചിട്ടും അവൾ തയ്യാറായില്ല. അവനിലായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ. ഒരു നിമിഷം കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു പോയിരുന്നു അവൻ. ഇന്നുവരെ ഈ പെണ്ണിൻ്റെ ചന്തം അടുത്ത് കണ്ടിട്ടില്ല എന്ന് അവൻ ഓർക്കുകയായിരുന്നു. ഒരിക്കൽ പോലും പ്രണയത്തോടെ നോക്കിയിട്ടുമില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും സൗന്ദര്യം ഇതിനു മുൻപ് അവൾക്ക് തോന്നാതിരുന്നത്. പക്ഷെ ഇപ്പോൾ അവൾ മാത്രമാണ് ഉള്ളിലുള്ളത്. തൻ്റെ എല്ലാ വികാരങ്ങളും താൻ പ്രകടിപ്പിക്കേണ്ടത് ഈ ഒരുത്തിയോട് മാത്രമാണ്. അതുകൊണ്ടാവാം അവളുടെ ഓരോ പ്രവൃത്തിക്ക് പോലും ഒരു പ്രത്യേക താളവും സൗന്ദര്യവും ഒക്കെ തോന്നുന്നതെന്ന് തോന്നിയിരുന്നു. അറിയാതെ അവൻ പ്രണയിച്ചു തുടങ്ങുകയായിരുന്നു അവളെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്ന് ഷർട്ട് ഇട്ടതിന് ശേഷം അവളോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കണം. അവൾ സമാധാനപൂർവ്വം തലയാട്ടി. അവളോട് യാത്ര പറഞ്ഞവൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്തിൻ്റെ ഓട്ടോയുടെ അരികിൽ വരെ അവൾ അവനെ അനുഗമിച്ചിരുന്നു. ഓട്ടോയിലേക്ക് കയറുന്നതിന് മുൻപ് മിഴികൾ തമ്മിൽ ഒന്ന് കൊരുത്തിരുന്നു. പെട്ടെന്നാണ് ശോഭന വീട്ടിലേക്ക് വരുന്നത് കണ്ടത്. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. ഞാൻ രാവിലെ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഞാൻ കണ്ടില്ല. ദേവിക പണിപ്പെട്ടൊന്ന് ചിരിച്ചു. പെട്ടെന്നാണ് ശോഭന അത് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് തന്നെ റോയിയുടെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു, അല്ല റോയിച്ചാ, നീ ഒരു പെങ്കൊച്ചിനെ കെട്ടിയിട്ട് ഒരു മിന്നിമാല പോലും ഇതിന് നീ കെട്ടിക്കൊടുത്തില്ലേ? വെറും കഴുത്തോടെയാണോ ഇതിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? അവൻ്റെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്നതായിരുന്നു ആ ചോദ്യമെന്ന് റോയ്ക്ക് തോന്നിയിരുന്നു. താൻ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഇന്നലെ തിരക്കുകൾക്കിടയിൽ അങ്ങനെയൊന്നും താൻ കരുതിയില്ല. സത്യമാണ്, രജിസ്റ്ററിൽ ഒരു ഒപ്പിട്ടു എന്നതൊഴിച്ചാൽ താൻ ഒരു അവകാശവും നേടിയിട്ടില്ല. ഒരു താലിമാലയുടെ അവകാശം പോലും തനിക്ക് അവളിൽ ഇല്ല എന്ന് ഓർത്തപ്പോൾ ആ നിമിഷം അവൻ ചെറുതാകും പോലെ തോന്നിയിരുന്നു. അതെ, കല്യാണം കഴിച്ച പെൺപിള്ളേർക്ക് ഒരു 2 പവൻ്റെ മാലയെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നാണ് നാട്ടു നടപ്പ്. മേടിച്ചു കൊടുക്ക് ഒരു 2 പവൻ്റെ മാല. ശോഭനയുടെ ആ തമാശ അത്ര റോയ്ക്ക് രസിച്ചില്ലെങ്കിലും ഒന്നും മിണ്ടാതെ അവരെ നന്നായി ഒന്ന് ദഹിപ്പിച്ചു നോക്കി ദേവികയോട് കണ്ണുകൾ കൊണ്ട് പോവുകയാണെന്ന് കാണിച്ചതിന് ശേഷം അവൻ വണ്ടി വിട്ടുപോയിരുന്നു. അവന് താൻ പറഞ്ഞത് ഇഷ്ടമായില്ലെന്ന് ശോഭനയ്ക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അഭിപ്രായങ്ങളൊന്നും പറയാതെ ദേവികയോട് യാത്ര പറഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. സിസിലി നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് ചെയ്യുമെന്ന് കരുതിയാണ് ദേവിക ഇരുന്നിരുന്നത്. പകൽ ഉറങ്ങി തനിക്ക് ശീലവുമില്ല. വെറുതെ അവൾ മുറി മുഴുവൻ ഒന്ന് വൃത്തിയാക്കി. പിന്നീട് ഉമ്മറവും നന്നായി വൃത്തിയാക്കിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തങ്കച്ചൻ അവിടേക്ക് കയറി വന്നു. തങ്കച്ചൻ അവളെ കണ്ടപ്പോൾ നന്നായി ചിരിച്ചു കാണിച്ചിരുന്നു. അയാൾ മദ്യപിച്ചിട്ടില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അച്ഛന് ചോറെടുക്കട്ടെ? വന്ന പാടെ അവൾ അയാളോട് അതായിരുന്നു ചോദിച്ചത്. എൻ്റെ മോളെ, ഞാൻ കഴിച്ചായിരുന്നു റോസിയുടെ വീട്ടിൽ നിന്ന്. അത്രയുമേ അയാൾ പറഞ്ഞിരുന്നുള്ളൂ. അമ്മച്ചി ഉറക്കവാ, എനിക്കറിയാം, ഈ സമയത്ത് പതിവുള്ളതാണ്. അത്രയും പറഞ്ഞ് അയാൾ TV ഓണാക്കി കാണാനായിരുന്നു. അവിടെ ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകി വെച്ച ശേഷം കുറച്ച് ചോറ് കഴിച്ചവൾ പിന്നീട് മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് പൂച്ചെടികളൊന്നുമില്ലെന്ന് അവൾ ശ്രദ്ധിച്ചു. പക്ഷെ വിശാലമായ മുറ്റമാണ്. നന്നായി പൂച്ചെടികൾ വച്ചാൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. വെറുതെ ഇരുന്ന് അവൾക്ക് ശീലമില്ലാത്തതിനാൽ ജോലി ചെയ്യാതെ എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു അവളുടെ വലിയ കടമ്പ എന്ന് പറയുന്നത്.
തറ തുടയ്ക്കാനിടുന്ന തുണി മുതൽ കൈക്കല പിടിക്കുന്ന തുണികൾ വരെ അവൾ നനച്ചു ഭംഗിയാക്കിയിട്ടു. 4:30 അടുപ്പിച്ച് സിസിലി ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ മനോഹരമായി കിടക്കുന്ന അടുക്കളയായിരുന്നു കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. എങ്കിലും അവരത് പുറത്ത് കാണിച്ചിരുന്നില്ല. അടുക്കളയുടെ തിണ്ണയിലിരുന്ന ആലോചനയിൽ മുഴുകിയ ഗെയിലായിരുന്നു അവരുടെ ദൃഷ്ടി. പെട്ടെന്ന് അവരെ കണ്ടപ്പോഴേക്കും അവൾ ചാടി എഴുന്നേറ്റിരുന്നു. "നീ ഉറങ്ങിയില്ലായിരുന്നോ?" സിസിലി ചോദിച്ചു. "എനിക്കങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന പതിവൊന്നുമില്ല അമ്മച്ചി. ഇവിടെ എല്ലാവരും ഉച്ചയ്ക്ക് ഉറങ്ങും. ഇവിടെ പാല് മേടിക്കുന്ന ശീലമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് കാപ്പി ഇടട്ടെ?" അവൾ തലയാട്ടി. "റാണി വരുമ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ? ഗോതമ്പ് പൊടിയൊക്കെ എവിടെയായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയേനെ," ദേവിക പറഞ്ഞു. "അങ്ങനെ ശീലമൊന്നുമില്ല കൊച്ചേ. ചോറ് വല്ലതും വരുമ്പോൾ വേണമെങ്കിൽ എടുത്തു കഴിക്കും. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊന്നും ഇതുവരെയില്ല." അവർ തന്നെ കട്ടൻ കാപ്പി ഇടുന്നുണ്ടായിരുന്നു. ശേഷം അതിൽ നിന്നും പകർന്ന് അവൾക്കും കൊടുത്തു. അല്പമുണ്ടായിരുന്നത് ഒരു ഗ്ലാസ്സിൽ പകർത്തി അവൾ തങ്കച്ചൻ്റെ അരികിലേക്ക് പോയപ്പോൾ സിസിലിക്ക് അവളോടൊരു സ്നേഹം തോന്നിയിരുന്നു. നല്ല പെൺകുട്ടിയാണ് അവളെന്ന് അവരോർത്തു. 4 മണി കഴിഞ്ഞപ്പോഴേക്കും റോയ് വന്നിരുന്നു. പതിവില്ലാത്ത സമയത്ത് അവനെ അവിടെ കണ്ടപ്പോൾ സിസിലിക്ക് ഒരല്പം നീരസം തോന്നിയിരുന്നു. ഒരാവശ്യത്തിന് വിളിച്ചാലും വരാത്തവനാണ്. ഇപ്പം പെണ്ണ് കെട്ടിയപ്പോൾ മിനിറ്റിന് വീട്ടിൽ വരുന്നുണ്ട്. റോയ് കേൾക്കാൻ വേണ്ടി അവർ പറഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് പോയി. ആരോടും ഒന്നും സംസാരിക്കാതെ മുറിയിലേക്കാണ് അവൻ ചെന്നത്. അവനെ അനുഗമിച്ച് ദേവികയും മുറിയിലേക്ക് ചെന്നിരുന്നു. അവളെ കണ്ടപ്പോഴേക്കും അവൻ ഒന്ന് പുഞ്ചിരിച്ചു. "കാപ്പി എടുക്കട്ടെ?" "വേണ്ട, ഞാൻ ചായ കുടിച്ചായിരുന്നു." അവൾ കുളിച്ച് റെഡിയായിരിക്കുകയാണെന്ന് അവന് തോന്നിയിരുന്നു. "ആ കഥ കടയ്ക്ക്." അവൻ പറഞ്ഞപ്പോൾ അവൾ മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൻ പറഞ്ഞതുപോലെ കഥക് മെല്ലെ ചാരി. ഒരു നിമിഷം എന്തിനാകും അവൻ കഥ കടയ്ക്കാൻ പറഞ്ഞതെന്നൊരു ഭയം അവൾക്ക് തോന്നി. ശരീരത്തിലൂടെ ഒരു മിന്നൽ കയറി. അവൾ പരിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരി വന്നു പോയിരുന്നു. അവൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചുവന്ന നിറത്തിലുള്ള ബോക്സ് എടുത്ത് അവളുടെ കൈകളിലേക്ക് വെച്ചു. ശേഷം അത് തുറക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. അവളത് തുറന്നപ്പോൾ നേർത്തൊരു ചെയിനും അതിൻ്റെ തുമ്പിലായി ഒരു മിന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. "ശോഭന ചേച്ചി പറഞ്ഞതുപോലെ 2 പവനൊന്നുമില്ല കേട്ടോ. അത്രയൊന്നും വാങ്ങാൻ എൻ്റെ കയ്യിൽ കാശുമില്ല. ഇത് തന്നെ പലിശയ്ക്കെടുത്തതാണ്. എങ്കിലും 1 പവനോളം വരും. 1 പവൻ തികച്ചൊന്നുമില്ല. നമുക്ക് പതുക്കെ കൂട്ടാം." അതും പറഞ്ഞ് അവൻ തന്നെ മാല അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു. പെട്ടെന്ന് ശക്തമായൊരു മിന്നൽ ശരീരത്തിലൂടെ കടന്നു പോകുന്നതായി അവൾക്ക് തോന്നിയിരുന്നു. അവൻ്റെ കൈകൾ തൻ്റെ പുറം കഴുത്തിൽ ഉരസിയ നേരം അവൾ വിറച്ചുപോയി. ആദ്യമായാണ് ഓർമ്മ വെച്ചതിൽ പിന്നെ സ്വർണം അണിയുന്നത് പോലും. അവൻ തന്നെ തൻ്റെ കഴുത്തിൽ അത് കെട്ടിത്തന്നപ്പോൾ അവൾക്കൊരു വല്ലാത്ത അനുഭൂതി തോന്നിയിരുന്നു. അവൻ്റെ ചുടുനിശ്വാസം തൻ്റെ ശരീരത്തിലേക്ക് അടിച്ച സമയത്ത് അവനോട് എപ്പോഴോ തോന്നിയ കുഞ്ഞൊരാരാധന പ്രണയത്തിന് വഴിമാറുന്നത് അവൾ അറിഞ്ഞു. അതോടൊപ്പം അതിൽ പ്രണയത്തിൻ്റെ 100 പനിനീർ പുഷ്പങ്ങൾ വിടരുന്നതും. ഒരു നിമിഷം അവൻ്റെ കണ്ണിലേക്ക് തന്നെ അവൾ നോക്കി നിന്നു പോയിരുന്നു. "ഇനി കഴുത്തിലൊരു മിന്നില്ലെന്ന് പറഞ്ഞ് ആരും ഒന്നും പറയണ്ട." അവളിൽ നിന്നും അകന്നുമാറി അവനത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയത്തിൻ്റെ ലാഞ്ചനയെങ്കിലും ഉണ്ടോ എന്ന് തിരയുകയായിരുന്നു അവൾ. തൻ്റെ ഹൃദയത്തിലെ പ്രണയ കവാടത്തിൻ്റെ ഒരു വാതിലായിരുന്നു അവൻ ഇപ്പോൾ തള്ളി തുറന്നതെന്ന് അവൾ ഓർക്കുകയായിരുന്നു. ഇനി മായ്ക്കാനും മറയ്ക്കാനും കഴിയുന്ന ഒന്നല്ല അവൻ തനിക്ക്. "ഇനി താൻ റെഡി ആയിക്കോ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം." അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോഴും അവൻ പകർന്നു നൽകിയ ആദ്യ പ്രണയത്തിൻ്റെ അനുഭൂതിയായിരുന്നു അവളിൽ. ആ നിമിഷം ശരീരത്തിലുള്ളത് വെറുമൊരു ലോഹത്തകിടല്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. തൻ്റെ ജീവനും ജീവിതവും അവകാശിയായി ഇനി അവൻ മാത്രമേ ഉള്ളൂ എന്നവൾക്ക് അവൻ നൽകുന്നൊരു ഉറപ്പായിരുന്നു. ഹൃദയത്തിൻ്റെ മാറിൽ പ്രണയ നൂലിഴകളാൽ ചാർത്തിയ പൊൻതാലി. ആളും ആരവങ്ങളും വിശ്വാസങ്ങളും ഒന്നുമില്ലാതെ തങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നൊരു വിവാഹ ചടങ്ങ്. പക്ഷെ തൻ്റെ മനസ്സിൽ മണ്ഡപത്തിൽ അവൻ തൻ്റെ പ്രിയപ്പെട്ടവനായി ആ നിമിഷം മാറുകയായിരുന്നു എന്ന് അവൾ അറിയുകയായിരുന്നു. തൻ്റെ ജീവൻ്റെ പാതി, പ്രണയത്തിൻ്റെ ഉടയോൻ തന്നെ. തൻ്റെ ജീവിതം നിക്ഷിപ്തമായിരിക്കുന്നത് ഇനി അവനിലാണ്. ഇനി തൻ്റെ സന്തോഷം അവനാണ്. ദേവിക എന്ന ജീവിതചക്രം ഇനി ചുറ്റുന്നത് റോയ് എന്ന സൂര്യനെയാണെന്ന് അവൾ അറിയുകയായിരുന്നു. ഉള്ളിൽ നാമ്പിടുന്ന പ്രണയം ഏറെ തീവ്രതയോടെ തന്നെ വളരട്ടെ എന്ന് അവൾ മനസ്സിൽ ആഗ്രഹിച്ചു പോവുകയായിരുന്നു. ആദ്യമായാണ് ഒരു പുരുഷനോട് ആരാധനയും പ്രണയവും ഒക്കെ തോന്നുന്നത്. ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം മുതൽ അവൻ്റെ ഓരോ പ്രവർത്തികളും തന്നിൽ ബഹുമാനം ഉളവാക്കുന്നതായിരുന്നു. പിന്നീട് ആരാധനയ്ക്ക് വഴിമാറുകയായിരുന്നു. ഇപ്പോഴിതാ തൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ സ്ഥാനവും അവൻ നേടിക്കഴിഞ്ഞു. ഒട്ടൊരു കൗതുകത്തോടെ തന്നെ നിലക്കണ്ണാടിക്ക് മുൻപിലേക്ക് നിന്ന് അവൻ ചാർത്തി തന്ന ചേനിലേക്ക് നോക്കുമ്പോൾ ആ കുഞ്ഞു സന്തോഷത്തിന് വലിയ പ്രാധാന്യമാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. തൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന ആ മിന്നിന് തൻ്റെ വേദനകളെയെല്ലാം ശമിപ്പിക്കുവാനുള്ള ശക്തിയുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു. കണ്ണാടിയിൽ കൂടി തൻ്റെ പ്രതിരൂപം താൻ പൂർണ്ണയായി എന്ന് അവളോട് പറയുന്നത് പോലെ അവൾക്ക് തോന്നി.
തനിക്ക് പോലും പരിചിതമല്ലാത്ത രീതിയിൽ ഗതി മാറി ഒഴുകിയ തൻ്റെ ജീവിത നദി എത്തിച്ചേർന്നത് റോയി എന്ന സാഗരത്തിലാണ്. ഇനി ആ ഒഴുക്കിനൊപ്പം നീന്തുകയാണ്. ജീവിതം പെട്ടെന്ന് തന്നെ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിയെന്ന് അവൾക്ക് തോന്നി. കൂട്ടത്തിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു ചുരിദാർ എടുത്ത് അവൾ അണിഞ്ഞു. അവൻ തൻ്റെ കഴുത്തിൽ ചാർത്തി തന്ന ആ മിന്നുമാല തനിക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നതായി അവൾക്ക് തോന്നിയിരുന്നു. കുളി കഴിഞ്ഞ് തലയിൽ കെട്ടിയ തോർത്തുമാറ്റി മുടിയൊന്ന് കുളിപ്പിന്നലിട്ടിരുന്നു. ഒരു പൊട്ടുപോലും താൻ കൊണ്ടുവന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ ചമയങ്ങളൊന്നും മുഖത്തില്ല. അല്പം പൗഡർ കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരുക്കം ഏകദേശം പൂർത്തിയായിരുന്നു. അവൾ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും അകത്തേക്ക് കുളി കഴിഞ്ഞ റോയിയും വന്നിരുന്നു. ഒരു നിമിഷം അവളെ കണ്ടവൻ കണ്ണെടുക്കാതെ നിന്നു പോയിരുന്നു. നിറം മങ്ങിയ പർപ്പിൾ നിറത്തിലുള്ള ചുരിദാറിൽ പോലും അവൾ അതിസുന്ദരിയായി എന്ന് അവന് തോന്നി. ദീർഘകാലമായി ഉപയോഗിച്ചതാണ് ആ ചുരിദാർ എന്ന് അതിൻ്റെ എഴുന്നേറ്റ് നിൽക്കുന്ന നൂലുകൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അവളുടെ സൗന്ദര്യം അതിൻ്റെ എല്ലാ പോരായ്മകളെയും മായ്ക്കാൻ കഴിവുള്ളതായിരുന്നു. നിമിഷങ്ങൾക്ക് മുൻപ് താൻ ചാർത്തിക്കൊടുത്ത മിന്ന് അവളുടെ മാറിൽ വിശ്രമം കൊള്ളുന്നു. ആ നേരിയ സ്വർണ്ണ നൂലിലേക്കും അതിൻ്റെ തുമ്പിലായി തൻ്റെ അവകാശത്തിൻ്റെ പ്രതീകമെന്നോണം കിടക്കുന്ന മിന്നിലേക്കും അവൻ്റെ നോട്ടം ചെന്നിരുന്നു. അവൾ തൻ്റെ മാത്രമാണെന്ന അവകാശത്തിന് പ്രതീകമെന്നോണം കിടക്കുന്ന മിന്നിൽ തന്നെ അവൻ്റെ നോട്ടം മുടക്കി നിന്നു. കാതിലൊരു മുട്ടുകമ്മൽ അണിഞ്ഞിട്ടുണ്ട്, അതും വെള്ള നിറത്തിലുള്ള മുത്തുകമ്മൽ. സ്വർണമെന്ന് പറയാൻ താൻ വാങ്ങിക്കൊടുത്ത മാലയല്ലാതെ മറ്റൊന്നുമില്ല ശരീരത്തിൽ. അവൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു കവറിൽ വേണ്ട ഡ്രസ്സുകളുമായി വരുന്നവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ ഇല്ലായ്മകളുടെ ആഴം തനിക്ക് മനസ്സിലായതായിരുന്നു. അവളുടെ ആ ചുരിദാറിൽ നിന്നും അതൊരിക്കൽ കൂടി അവന് മനസ്സിലാകുകയായിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.